കൊച്ചിയിലേക്ക് രാസലഹരിക്കടത്ത് നടത്തുന്ന മുഖ്യകണ്ണി പോലീസിന്റെ പിടിയിലായി. ബംഗളൂരുവിൽ താമസിക്കുന്ന നൈജീരിയൻ സ്വദേശി ചിബേര മാക്സ്വെല്ലാണ് പിടിയിലായത്. മരട് പോലീസ് ബംഗളൂരുവിൽ എത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രദീപ് ജോസഫിന്റെ വിശദാംശങ്ങളുമായി. പ്രദീപ്, ചിബേര മാക്സ്വെൽ എന്ന നൈജീരിയൻ സ്വദേശി, ഇയാളുടെ ഒപ്പം മലയാളികളുമുണ്ടെന്ന് സൂചന വരുന്നുണ്ട്. വിശദാംശങ്ങൾ. ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ചാണ് നൈജീരിയൻ സ്വദേശിയെ മരട് പോലീസ് പിടികൂടിയത്. നേരത്തെ ചേരാനല്ലൂർ സ്വദേശികളായ 3 പേരെ കൊച്ചിയിലേക്കുള്ള വൻ ലഹരി കടത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നൈജീരിയൻ സ്വദേശിയായ ചിബേര മാക്സ്വെലിനെ ബംഗളൂർ വിജയനഗറിൽ നിന്ന് മരട് പോലീസ് പിടികൂടിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം ബാംഗ്ലൂരുവിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഏതാണ്ട് 30 തവണയിൽ അധികം ഈ സംഘം കൊച്ചിയിലേക്ക് ലഹരി കടത്തി എന്നാണ് പോലീസ് പറയുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയുടെ രാസലഹരി മരുന്നാണ് ഈ സംഘം മറ്റ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തിയത്. ഇവരുടെയൊക്കെ പ്രധാന കണ്ണികളിൽ ഒരാളായിരുന്നു ഇപ്പോൾ പിടിയിലായിരിക്കുന്ന നൈജീരിയൻ സ്വദേശി. അല്പസമയം മുൻപാണ് ഇയാളെ ബംഗളൂരുവിൽ നിന്ന് മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. നേരത്തെ ചേരാനല്ലൂർ സ്വദേശികളായ 3 പേരാണ് പിടിയിലായിരുന്നത്. അരുൺ സെൽവൻ എന്നയാൾക്കാണ് ഇതിൽ പ്രധാന പങ്കാളിത്തമുള്ളത്. അരുൺ സെൽവനിൽ നിന്ന് മാരക മയക്കുമരുന്നായ MDMA-യുമായി 101 ഗ്രാം MDMA-യുമായാണ് അരുൺ സെൽവനെ പിടികൂടിയത്. ഇയാൾക്ക് വാഹനവും പണവും നൽകി സഹായിക്കുന്ന ചേരാനല്ലൂർ സ്വദേശിയായ കിരൺ, ചേരാനല്ലൂരിൽ തന്നെ ഉള്ള വെട്ടിപ്പറമ്പിൽ കരുണാകരൻ മകൻ സന്ദീപ് എന്നിവരെയാണ് നേരത്തെ പോലീസ് പിടികൂടിയിരുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നൈജീരിയൻ പൗരൻ പിടിയിലായിരിക്കുന്നത്. അതേസമയം ഇവരിൽ നിന്ന് ലഹരി വാങ്ങി വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന മറ്റ് ആളുകളെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളതായും മരട് പോലീസ് അറിയിച്ചു.